റിജി ലൂക്കോസ് ഇപ്പോൾ വേടനെ എന്തോ RSS വേട്ടയാടുന്നു എന്നാണ് ഏറ്റവും കൂടുതൽ MV എന്ന് പറഞ്ഞു. RSSന്റെ വേട്ടയാടെ നിൽക്കട്ടെ, വേടനെ ആദ്യം വേട്ടയാടിയത് ആരാണ് ശ്രീ റിജി ലൂക്കോസ്? ഈ സർക്കാരിനെ വനം വകുപ്പാണ് വേട്ടയാടിയത്. എലിപ്പല്ലോ പുലിപ്പല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ എന്തോ ശ്രീലങ്കൻ കണക്ഷൻ അന്വേഷിക്കണം എന്നൊക്കെ വലിയ ഗൗരവത്തിലൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ നാടാണ് ഈ നാട്. വേടനെ ഇപ്പോൾ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, കാര്യം ശരി. ശ്രീ റിജി ലൂക്കോസ്, ഇവിടെ ഒരു പാവം സ്ത്രീയാണ്, ഒരു ദളിത് സ്ത്രീയാണ്, ചെയ്യാത്ത കുറ്റത്തിന് മാലക്കള്ളി എന്ന് പലയാവർത്തി ഈ സർക്കാരിൻ്റെ വേടനെ കൊണ്ട് നടക്കുന്ന അതേ സർക്കാരിൻ്റെ പോലീസ് ഉളുപ്പില്ലാതെ വിളിച്ചതാണ്. സർക്കാർ മറുപടി പറയണ്ടേ? ഒരു സസ്പെൻഷൻ കൊണ്ട് തീരുമോ റിജി ലൂക്കോസ്? ഒരു സസ്പെൻഷൻ കൊണ്ട് തീരത്തില്ല ഹാഷ്മി. കേരളം മൊത്തം ഇന്ന് തലകുനിച്ചു. കേരള പൊതുസമൂഹം മൊത്തം അവരോട് മാപ്പ് പറഞ്ഞൊരു ദിവസമാണെന്ന്. വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസാക്ഷിയെ വേദനിപ്പിക്കുക മാത്രമല്ല, ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ കാടത്തം കാണിച്ച, അനീതി കാണിച്ച, വീഴ്ച എന്നുള്ള വാക്കുകൊണ്ടൊന്നും അതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. അവർ ചെയ്തത് ക്രിമിനൽ കുറ്റമല്ല. കേരളീയ മനസാക്ഷിയെ പൊതുസമൂഹത്തിനെയും ഒരു വ്യവസ്ഥതയെ അപമാനിക്കുമായിരുന്നു ആ നിഷ്ഠൂരന്മാരായ നരാധനന്മാരും. കാക്കിയിട്ട ആ ക്രൂരന്മാരെ ഇനി ഒരിക്കലും ഈ പോലീസ് വേഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ചുമ്മാതാ സാറേ, അങ്ങനൊന്നുമില്ല. സസ്പെൻഷനൊക്കെ ഉടായ്പാ നമുക്ക് അറിഞ്ഞൂടെ? അതിൽ 2 DYSP ചുമ്മാതാ റിജി ലൂക്കോസേ. ഈ സസ്പെൻഷനൊക്കെ വെറും ഉടായ്പാണെന്നും ഒന്നും നടക്കാൻ പോകുന്നു നമുക്കെല്ലാം അറിയാം. അടുത്ത എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ സസ്പെൻഷൻ കാലമുള്ള ശമ്പളം മേടിച്ചുകൊണ്ട് അവന്മാർ വീണ്ടും സർവീസ് കയറും. അതവിടെ നിൽക്കട്ടെ. റിജി ലൂക്കോസ്, എങ്ങനെയാണ് ഈ പറയുന്ന ചോദിക്കാനും പറയാനും ആരുമില്ല ധൈര്യത്തിലല്ലേ? കരണം പുകയില്ലെന്ന ധൈര്യത്തിലല്ലേ? ആര് എന്ത് വൃത്തികേട് കാണിച്ചാലും ആരും വന്ന് ഉപദ്രവിക്കില്ല എന്ന ധൈര്യത്തിലല്ലേ ഈ പോലീസുകാർ ഈ തമ്മാടിത്തരം കാട്ടിക്കൂട്ടുന്നത്? അതിനുള്ള ധൈര്യം അവർക്ക് കിട്ടുന്ന ആരാണ്? അത് കൊടുക്കുന്നത് ആരാണ് റിജി ലൂക്കോസ്? ഹാഷ്മി, ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞു വന്നത്. അതായത് 2 DYSPമാർ ഉൾപ്പെടെ 122 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ 9 വർഷം കൊണ്ട് ഈ സർക്കാർ പിരിച്ചുവിട്ടു, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അതിൽ 123, 124 സ്ഥാനം ഈ 2 നരാധമന്മാർക്കും കൊടുത്തിരിക്കണം. വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളിൽ എവിടെയെങ്കിലും അട്രോസിറ്റി നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാർ ചിലർ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം കടന്നാക്രമിക്കുന്നു. ഇവരുടെ മനസ്സെന്താണ്? ഇവരെവിടെ, ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത്? കേരളം പോലെ സംസാരത്തിൽ ഇത് നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇത് ബീഹാറോ ഉത്തർപ്രദേശോ ഒന്നും അല്ല. അവിടെയൊക്കെ നമ്മളിത് ബീഹാർ ഉത്തർപ്രദേശ് ഒന്നും ഒരു ഒട്ടും മോശമല്ല റിജി ലൂക്കോസ്. ബീഹാറിലും ഉത്തർപ്രദേശിലൊന്നും ഈ കേരളം ഒട്ടും മെച്ചമല്ല. അതിനി എന്താണ് ആ വീമ്പ് പറയല്ലേ റിജി ലൂക്കോസ്? എൻ്റെ ആവർത്തിക്കുന്ന ചോദ്യം ഇതാണ്. ഇത്രയും നാളായിട്ടും പോലീസിന്റെ മനോവീര്യം എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പരമ്പര ഉണ്ടാകുമ്പോഴും ഒരു പാവം സ്ത്രീ ഇല്ലാത്ത പരാതിയിൽ മാലക്കള്ളി എന്ന് വിളിക്കാൻ പോലീസുകാർക്ക് ധൈര്യം കിട്ടുന്നത് എങ്ങനെയാണ് റിജി ലൂക്കോസ്? അതിനൊരു പേട്ടേണേജ് ഉള്ളതുകൊണ്ടാണ്. ഒരിക്കലുമല്ല, അങ്ങനെയൊന്നൊരു പാറ്റേൺ ഇല്ല പിന്നെ ബഹുമാനപ്പെട്ട ഹാഷ്മി. കാരണം കേരളത്തിലെ ബഹുഭൂരിപക്ഷം 96% കൃത്യക്കണക്കാണ്. പോലീസുകാരും നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നവർ. ഇതുപോലെയുള്ള കുറേ വൃത്തികെട്ടവന്മാരുണ്ട്. ഇവർക്കെതിരെയുള്ള ഉപയോഗിക്കേണ്ട വാക്കുകൾ നമ്മുടെ സംസ്കാരം കൊണ്ട് പറയാതില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. അതായത് കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇത്ര ധൈര്യം കാണിക്കാൻ ആശ്മി ചോദിച്ചാൽ ഇവർക്ക് എങ്ങനെ മനസ്സ് വന്നു? അതിനുള്ള ഉത്തരം ആർ ബിന്ദു തന്നെ പറയുന്നുണ്ട്. അതിനുള്ള ഉത്തരം ബിന്ദു ചേച്ചി തന്നെ പറയുന്നു. എന്താ പറയുന്നത് അറിയോ? പരാതിയുമായി മുഖ്യമന്ത്രി ഓഫീസിലോട്ട് പോയി. ചുമ്മാ പോയതല്ല, ടോക്കൺ എടുത്ത പരാതിയുമായി PCCയെ കാണാൻ പോയി. PCC ആ പരാതി ഇങ്ങനെ എടുത്ത് നോക്കി, അങ്ങോട്ട് ഇട്ടു, വായിച്ചു പോലും നോക്കിയില്ല, വേദനയുണ്ടെന്നാണ് പറയുന്നത്. അതാണ് ധൈര്യം ശ്രീ റിജി ലൂക്കോസ്. അല്ല, ഇവിടെ ഈ ചർച്ചയിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ 3.5 കോടി മലയാളികളും ആ സഹോദരി, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ബിന്ദുവിനോടൊപ്പം യാതൊരു തർക്കമില്ല കാര്യത്തിൽ. അത് വെറുതെ പോളിഷായിട്ട് പറഞ്ഞതല്ല. അത് വളരെ ശക്തമായ രീതിയിൽ തന്നെ അവർക്കൊപ്പം നമ്മൾ നിൽക്കുക. ആ ആരോപണം അവർ പറഞ്ഞത് എന്താ? അദ്ദേഹത്തിൻ്റെ കൊടുത്ത് അദ്ദേഹം വായിച്ചില്ല, കോടതിയിലേക്ക് പോകുന്ന കേസാണോ എന്ന് ചോദിച്ചു, ഇത് മാലമോഷണമല്ലേ എന്ന് ചോദിച്ചു. ഇന്ന് PCC തന്നെ പറഞ്ഞിട്ടുണ്ട് അവരെ പരിഗണിച്ചിട്ടുണ്ടെന്നുള്ള, അവരെ പരിഗണന അവഗണിച്ചിട്ടില്ല എന്നുള്ള അത് വാർത്ത വരുമ്പോഴല്ലോ വാർത്ത വരുമ്പോഴും വിവാദമാകുമ്പോഴും നാടൊട്ടുക്ക് ബിന്ദുവിനൊപ്പം നിൽക്കുമ്പോഴാണല്ലോ അത് പറയുന്നത്. ഒറ്റ ഞാൻ ഇപ്പൊ ശ്രീമതി ആർ ബിന്ദു ഒരിക്കൽ കൂടി പറയാവോ? മുഖ്യമന്ത്രി ഓഫീസിലേക്ക് പോകുമ്പോൾ പരാതി കൊടുക്കാൻ വേണ്ടി പോകുന്നത് ടോക്കൺ എടുത്ത് നേരത്തെ അനുവാദം വാങ്ങിയിട്ട് നിങ്ങൾ പോകുന്നതാണ്. ആ പരാതിയോട് എന്തായിരുന്നു അവിടുത്തെ സമീപനം ശ്രീമതി ആർ ബിന്ദു? അതിനുശേഷം താങ്കൾ പൊക്കോളൂ. ഞാൻ പരാതി ഞാനും എൻ്റെ വക്കീലുമായിട്ടാണ് അവിടെ പരാതിയും കൊണ്ട് പോകുന്നത്. ടോക്കൺ എടുത്തു. നമ്മൾ അതിനകത്ത് കയറി കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ വേറൊരാൾ അതിനകത്ത് നിന്ന് ഇറങ്ങി വന്നു. അതിനുശേഷം നമ്മൾ കയറിപ്പോയി. ഞാനും എൻ്റെ വക്കീലും കയറി ചെന്ന് അവിടെ ഇരുന്ന് എന്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇതേപോലെ ഒരു മാലമോഷണ കേസുമാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ്, മാല കാണാതെ പോയാൽ വീട്ടുകാർ പരാതിപ്പെടും, പോലീസ് പിടിക്കും, നിങ്ങൾ കോടതി പോയോ എന്ന് ചോദിച്ചു. എൻ്റെ കോടതി പോയില്ല.
എന്ന് പറഞ്ഞ തീരെ ഞാൻ വക്കീലും, ഞാൻ മുമ്പേ ഇറങ്ങി, വക്കീലിന് ശേഷം ഇറങ്ങി. ആ റെജി ലൂക്കോസ് അങ്ങനെയാണ്. അതായത് മാല പോയാൽ വീട്ടുകാർ പരാതി കൊടുക്കും, വീട്ടുകാർ പരാതി കൊടുത്താൽ പോലീസുകാർ പിടിക്കും, നിങ്ങൾ ഇവിടെ കോടതിയിൽ പോ. അതാ പറഞ്ഞത് ഇവരോട്. എത്ര ഇൻസെൻസിറ്റീവാണ് ആ മറുപടി, എത്ര ഇൻസെൻസിറ്റീവാണ് ശ്രീ റെജി ലൂക്കോസ് ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മറുപടി. പക്ഷേ അത് ഞാനതിനെ നിഷേധിക്കുന്നില്ല. എനിക്ക് അതിനോടൊന്നും ഒരു യോജിപ്പുള്ള ഒരാളല്ല. കാരണം കേരളത്തിൻ്റെ മനസാക്ഷിക്ക് ചേരാത്ത പ്രവൃത്തി ആര് ചെയ്താലും അവർ കുറ്റവാളികളെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാനിന്ന് അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഞാൻ മറ്റൊരു ചാനലിൽ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇവിടുത്തെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരുന്ന ഒരു പരാതി അവഗണിക്കത്തില്ല. അത് ഇന്ന് വരെയുള്ള ചരിത്രം. അതുകൊണ്ടാണല്ലോ ഞാൻ ചില എക്സാമ്പിൾ ഇവിടെ പറഞ്ഞത്, ഇതിനുള്ള അനുഭവങ്ങൾ പറഞ്ഞത്. അത് പിന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണെന്ന് പറയുന്നത്. ഈ പരാതി അന്വേഷിച്ചതിന് ശേഷം ഇത് മുകളിലേക്ക് ഫോർവേഡ് ചെയ്തു. ആ ഫോർവേഡ് ചെയ്ത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഇതിൻ്റെ പേരിൽ സത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിന് വൈകിട്ടുണ്ടെന്നുള്ള നിസ്തർക്കമാണ്. പക്ഷെ വൈകിയോ ഇല്ലയോ എന്നുള്ളതല്ലോട് ചോദ്യം. ഇവിടെ ഇപ്പം ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് പ്രതികരിച്ചിട്ടുണ്ട്, ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്, കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു. ഉപരിയായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല പ്രശ്നം. എപ്പോഴാണ് പ്രതികരണം? ആ പ്രതികരണം ഈ വാർത്ത കൊണ്ട് എത്ര ദിവസമായി, പരാതിയായിട്ട് ഉറപ്പോയിട്ട് എത്ര ദിവസമായി, എപ്പോഴാണ് സസ്പെൻഷൻ ഉണ്ടാവുന്നത്? ഇത് വാർത്തയാകുമ്പോഴും അത് ചർച്ചയാകുമ്പോഴും അത് കേരളത്തിന് മുഴുവൻ വേദനയും നീറ്റലും ഞെട്ടലും ആകുമ്പോഴാണ് നടപടി. ഇല്ലെങ്കിൽ ഒരു ചുക്കും ഉണ്ടാവത്തില്ല. അല്ല, അങ്ങനെ നമ്മൾ നിഷേധിക്കരുത്. കാരണം വാർത്തകളിൽ വരാത്ത എത്രയോ കേസുകളിൽ സർക്കാരിൻ്റെ അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സർക്കാർ. ഞാൻ പറഞ്ഞത് എത്ര ഉദ്യോഗസ്ഥന്മാരെ ഈ എന്താ പറയുക മനുഷ്യത്വം ഇല്ലാത്ത ഇതിൽപ്പെട്ട എത്ര ഇടത്തിനെ അത് വലിയ ഡെസിഗ്നേഷൻ ഉള്ളവരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അതല്ല പ്രശ്നം. ഇവിടെ നീതി വൈകി എന്നുള്ള കാര്യത്തിൽ എനിക്കൊന്നും യാതൊരു സംശയവുമില്ല. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പം ബിന്ദുവിനെ സംബന്ധിച്ചോളം ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു. അവരുടെ ആ പാവപ്പെട്ട സ്ത്രീയുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ അപമാനം നമ്മളതാ ചർച്ച ചെയ്യപ്പെടുന്നത്. 2 കൗമാരക്കാരിയായ പെൺകുട്ടിയെയും അവരെയും അവരുടെ ഭർത്താവിനെയും പിന്നെ ജയിലിലാക്കും, 3 വർഷത്തേക്ക് ബെയിൽ കിട്ടിയാലെന്ന് പറഞ്ഞു. അതിലൊക്കെ നീചവും ഭീകരവുമല്ലായിരുന്നോ? ഈ പാവപ്പെട്ട സ്ത്രീയെ വീട്ടിൽ നിന്ന് ആരോടും പറയാൻ പിടിച്ചോണ്ട് പോയി. അവരുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ഭർത്താവ് നാട് മുഴുവൻ അന്വേഷിച്ചെടുക്കുക ഇവർ എവിടെയാണെന്നുള്ളവരും. അവർ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പോലീസുകാരുടെ സംരക്ഷണത്തിൻ്റെ നിർവചനം എന്താണ്? കൂടാതെ അവരെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ചൊരു മോഷ്ടാവിനെ പോലെ ആ വീട്ടിൽ കൊണ്ട് പ്രദർശിപ്പിച്ച ആ വൃത്തികെട്ടവന്മാരെ ഇനി ഒരു കാരണവശാലും ഈ പോലീസ് സേനയിൽ ഉൾക്കൊള്ളാൻ പാടില്ല. അവർക്ക് ജയിൽ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാര്യത്തിൽ നമ്മൾ അതിലാണ് ഉറച്ചു നിൽക്കുന്നത്. ശരി, അതിലൊന്നും ആർക്കും തർക്കമില്ല, പക്ഷെ കണ്ടറിയണം നമുക്ക് എന്തുണ്ടാവുന്നത്. ഇപ്പൊ താങ്കൾ പറഞ്ഞുവിട്ട പിരിച്ചുവിട്ട പോലീസുകാരുടെ എണ്ണവും കേരളത്തിലെ പോലീസ് സേനയിലെ എന്താണ് ക്രിമിനലുടെ എണ്ണവും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കൂ സാറേ. അപ്പൊ അറിയാൻ പറ്റും എത്രത്തോളം തുച്ഛമാണ് ഒരു പിരിച്ചുവിട്ട പോലീസുകാരുടെ തെറ്റ്. അവരെ ആ സേനയിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയാത്തവണ്ണം അങ്ങേയറ്റം ക്രിമിനൽ കൂട്ടമായതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ഏതെങ്കിലും ആരുടെ ഔദാര്യത്തിലേക്ക് പിരിച്ചുവിട്ടതാണ്. ഞാൻ അങ്ങയിലേക്ക് എത്താം.